അങ്ങനെ ഞാനിപ്പോൾ ചൈനയിൽ 6ാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഷാങ്ഹായ് എന്ന് പറയുന്ന മറ്റൊരു ചൈനയുടെ വാണിജ്യപരമായ സ്ഥലത്താണ്, വാണിജ്യ കേന്ദ്രത്തിലാണ്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് പുറംഭാഗം വളരെ ഭംഗിയായിട്ട് തന്നെ ഇവർ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഹോട്ടലിലെ ഉള്ളിലെ ചിത്രീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ഭംഗിയിൽ തന്നെ ഹോട്ടൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഇന്ന് ബസ്സിൽ കയറി യാത്ര തുടരുകയാണ്. നല്ല വലിയ വലിയ ഫ്ലാറ്റുകളും മറ്റുമാണ് ഇവിടുത്തെ ഒരു കാഴ്ച. ഇന്ന് ഞങ്ങളുടെ യാത്ര പോകുന്നത് ഒരു മ്യൂസിയത്തിലേക്കും, തുടർന്ന് ഞങ്ങളിന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ പോകുന്നത് സിങ്ചാൻജി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല കൗതുകം തോന്നുന്ന ഒരു പേരാണ്. ശരിക്കും അവതാറിൻ്റെ പല ഷൂട്ടിങ്ങുകളെല്ലാം നടന്നിരിക്കുന്ന അവിടെയാണ്. ഒരു ട്രൈബൽ ഏരിയ കൂടി ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണത്. ഒരു മൗണ്ടെയിൻ ടോപ്പിലേക്കാണ് ശരിക്കും അവിടെ നിന്ന് നമ്മൾ പോകുന്നത്. രാത്രിയോട് കൂടിയേ സിങ്ചാൻജിയിലേക്ക് എത്തുള്ളൂ. അതിന് മുന്നേ ഇവിടെ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങനെ ബസ് ഒരു സ്ഥലത്ത് നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ പോകുന്നത് ഒരു ടവറിൻ്റെ മുകളിലേക്കാണ്. ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ടവറിൻ്റെ മുകളിലേക്ക്. പക്ഷേ അതിൻ്റെ നിർമ്മാണം വളരെ രസകരമായിട്ടാണ്. ഒരു സിലിണ്ടറിക്കൽ രൂപത്തിലൊക്കെയാണ് ഇവിടെ നിർമ്മാണം ചെയ്തു വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഷാങ്ഹായ് ടവർ മാൾ, ടോപ്പ് ഓഫ് ഷാങ്ഹായ് ഒബ്സർവേറ്ററി, അതാണ് ഈ ഒരു ഒബ്സർവേറ്ററി മാൾ അല്ലെങ്കിൽ ഒബ്സർവേറ്ററി ഏരിയയുടെ പേര്. നമ്മുടെ ചൈനീസ് ഗൈഡ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഈ ടവറിൻ്റെ നിർമ്മാണം എങ്ങനെ തുടർന്നു, എങ്ങനെ മുന്നോട്ട് ഓരോരോ കൊല്ലങ്ങളായി ഇത് മുന്നോട്ട് വന്നു എന്നുള്ളതിൻ്റെ രൂപരേഖയും മൊത്തം ടൗൺ എങ്ങനെയാണ് ഡെവലപ്പായി എന്നുള്ളതിൻ്റെയാണ് നേരത്തെ നിങ്ങൾ 2019, 2020 എന്ന് പറഞ്ഞ് കണ്ടത്. ഈ പല ടവറിൻ്റെ രൂപങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നു. ബുർജ് ഖലീഫയുടെയും എല്ലാത്തിൻ്റെയും രൂപവും അതിൻ്റെ നീളവും എല്ലാം അടങ്ങിയുള്ള ഒരു രൂപമാണ് നിങ്ങളിപ്പോൾ അവിടെ നേരത്തെ കണ്ടത്. ഇത് പല ടവറുകളുടെയും ഫോട്ടോ, അതിൻ്റെ രീതികൾ ഒക്കെ അവിടെ വെച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ടവർ മുതൽ ഏറ്റവും ചെറിയ വലിപ്പമുള്ള ടവർ വരെയുണ്ട് ഇതിൽ. രൂപങ്ങൾ, അതായത് ഓരോ ഗ്രാഫിക് രൂപത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഞാൻ അതിൻ്റെ വീഡിയോസ് എല്ലാം എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ബുർജ് ഖലീഫ തന്നെയാണ് ഇന്നും നമ്മുടെ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഒരു ടവർ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് ടവറിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി. ഇവിടുന്ന് ഒരു ലിഫ്റ്റ് കയറി മുകളിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. എസ്കലേറ്റർ വഴി ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളങ്ങനെ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി. ലിഫ്റ്റിൻ്റെ വേഗത കാണിക്കാനാണ് ഞാൻ ഇതിൻ്റെ ചിത്രീകരണം എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലെത്തി പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളങ്ങനെ മുകളിലെത്തി. ഇതാണ് മുകളിൽ നിന്നുള്ള കാഴ്ച. ഇത് ടവറിൻ്റെ ഉൾഭാഗമാണ്.
മുകളിൽ നിന്ന് ഏകദേശം പുറമേലെ, അതായത് ഷാങ്കായിലെ ടൗണിൻ്റെ ഏകദേശം കുറേ കാഴ്ചകൾ പകർത്താൻ പറ്റും. ഞങ്ങളങ്ങനെ ടവറിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. പലരും പല ഭാഗത്തിലൂടെ നടക്കുന്നു. ഞാൻ പോകുന്ന എത്രാമത്തെയോ ടവറാണിത്. ഏത് ടവറിൽ പോയാലും കാണാവുന്ന സ്ഥിരമുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. എങ്കിലും ഇതൊരു കൗതുകമായ കാര്യമാണ്. എത്ര പ്രാവശ്യം പോയാലും മതിവരാത്തൊരു കാഴ്ചയാണ്. നമ്മളുടെ ശരിക്കും ആകാശത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും, നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും വലിപ്പം തോന്നിയ നിർമ്മിതികൾ പോലും ഏറ്റവും ചെറിയ രൂപത്തിൽ ഈ മുകളിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണല്ലോ. ഇവിടെ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്ന ഒരു സ്ഥലം കൂടിയാണത്. ഇവിടെ താഴേക്ക് ഒന്നിറങ്ങി വീണ്ടും പുറത്തേക്കുള്ള ചിത്രീകരണങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുക്കി വെച്ച പോലെ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ ഇവിടെ ഇങ്ങനെ കാണാം. റെസിഡൻഷ്യൽ ഏരിയാസാണ് അധികവും. ഇവിടെ ഒരു AI ഗൈഡ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സുവനീർ ഷോപ്പാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ പല രൂപത്തിലുള്ള സാധനങ്ങളെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നു. ടൂറിസ്റ്റ് മേഖല അതിനെക്കൊണ്ട് ഇവിടെ എല്ലാത്തിനും നല്ല വിലയുമായിരിക്കും. ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ അധികം ആരും ഇവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല. പർച്ചേസ് ചെയ്യാനായി ഇന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതൊന്ന് വൈകുന്നേരമാണ്. ഇവിടെ ഇങ്ങനത്തെ പല രൂപങ്ങളെയും കാണാം. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വാങ്ങിക്കൊണ്ട് നടക്കുന്ന പാവ പോലത്തെ രൂപങ്ങളാണിത്. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഞങ്ങളുടെ കൂടെ വന്ന ചില സഹയാത്രികളുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഇവിടുത്തെ ചൈനീസ് കുട്ടികൾ വന്ന് നിൽക്കുന്നു. ഇവിടെ ഒരു കൂട്ടം ചൈനീസ് കുട്ടികൾ വന്നിട്ട് അവിടെ എക്സ്കർഷനോ അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ടോ എങ്ങാനും കൂടെ നിൽക്കുന്നതാണ്. അവർക്ക് ഞങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം. ഒരു ഫോട്ടോ എടുക്കാൻ വീണ്ടും വേറൊരാൾ വരുന്നു, ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. അതൊരു രസം, ഞങ്ങൾക്കൊരു രസം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി ബസ്സിലേക്കാണ് കയറാൻ പോകുന്നത്. അങ്ങനെ ബസ്സിൽ കയറി വീണ്ടും യാത്രയായി. ഇതൊരു ചെറിയ ഗാർഡനാണ്. നല്ല രസകരമായി ഒരുക്കി വെച്ചിരിക്കുന്ന ഗാർഡൻ. ഇവിടെ ഇങ്ങനെ ഒരു രൂപം കാണാം. ഇതൊരു പെൻഡുലം പോലെ ഒരു സംഭവമാണ്. അതിങ്ങനെ ചിരിച്ചു വെച്ചിരിക്കുന്നു. ഇങ്ങനത്തെ പല നിർമ്മിതികളും നമുക്കിങ്ങനെ ചൈനയുടെ പല ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ കാണാം. അങ്ങനെ ഞങ്ങളൊരു ഭാഗത്ത് നിർത്തി ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇപ്പോൾ പോകുന്നത് ഒരു ചെറിയ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ്. ചൈനയുടെ പല പുരാതനമായ കാര്യങ്ങളെല്ലാം ഒരുക്കി അല്ലെങ്കിൽ സംരക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു മ്യൂസിയത്തിലേക്ക്. നമ്മുടെ ഗൈഡ് മുന്നിൽ കുടിയുമായി നടക്കുന്നു. ഇതാണ് അകത്തേക്കുള്ള കവാടം. ചെറിയൊരു മ്യൂസിയം അല്ല ഇത്. 3-4 നിലകളായി പല പല കാര്യങ്ങളും എല്ലാം പറയുന്ന
അതായത് പല എൻട്രൻസസും പല ഓരോരോ മുറികളായി തരംതിരിച്ച് വെച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണത്. ഇവിടെ ഇങ്ങനെ കുട സംരക്ഷിച്ച് വയ്ക്കാനുള്ളൊരു സ്ഥലം കാണാം. ഇതിങ്ങനെ പൈസ കൊടുത്ത് നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് എല്ലാവർക്കും അവരവരെ സ്ഥലങ്ങളിലേക്ക് പോവാം. ഇവിടെ ജിയാങ്നാൻ ഗാലറി എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാം. പഴയ വസ്ത്രങ്ങളും മറ്റുമൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പലരും പല വഴിയിലേക്ക് പോയി. എല്ലാവരോടും കൃത്യസമയത്ത് ഇന്ന സമയത്ത് എത്തണം എന്ന് മാത്രം പറഞ്ഞു. ഞാനിതിൻ്റെ ചിത്രീകരണമെല്ലാം ചെയ്തുകൊണ്ട് നടന്നു.
ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പല പണ്ട് ഉപയോഗിച്ചിരുന്ന കോയിൻസും നോട്ട്സും ഒക്കെയാണ്. അന്നത്തെ ഫിനാൻഷ്യൽ കറൻസി രൂപമുള്ള സാധനങ്ങളാണ്. നന്നായി തന്നെ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ കുറേ പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് ചെറിയൊരു സുവനീർ ഷോപ്പാണ്. ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാം, കഴിക്കാം. പുസ്തകത്തിനുള്ള ഒരു സ്ഥലമുണ്ട്, ഒരു ലൈബ്രറി പോലെ. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന പല മൺപാത്രങ്ങളും മറ്റുമെല്ലാം ആണ് കാണുന്നത്. ഇത് ഒരു വാച്ച് ടവറാണ്. അതിൻ്റെ ഒരു രൂപരേഖ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒട്ടകം, കുതിര, അങ്ങനെ പല രൂപങ്ങളും ഇവിടെ ഇങ്ങനെ നിരത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ചിത്രീകരണമെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ വിചാരിച്ചു
കുറച്ചും കൂടി സമയം ഉണ്ടാകുമെന്ന് വെച്ച് ഞാൻ അവിടെ കുറച്ച് നേരം കൂടി അവിടെ കൂടെ ചിത്രീകരിച്ച് നടക്കുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എത്തിയിരിക്കുന്നു. പറഞ്ഞ സമയത്തിന് ഞാൻ കുറച്ചൊന്ന് വൈകിപ്പോയി. എങ്കിലും ഞങ്ങളെല്ലാവരും തിരിച്ചെത്തി ഇപ്പോൾ ബസ്സിൽ കയറി യാത്ര തുടരുകയാണ്. ഞങ്ങൾ ഇനി പോകുന്നത് ഉച്ചഭക്ഷണം കഴിക്കാനാണ്. ഞങ്ങളങ്ങനെ ഒരു സ്ഥലത്തെത്തി ബസ്സിൽ നിന്നിറങ്ങി മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഇന്ത്യൻ ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. ഞങ്ങളങ്ങനെ മുകളിലേക്ക് കയറി. ഇവിടെ 7up, സ്പ്രൈറ്റ്, ഫാൻഡ അങ്ങനത്തെ ഇതെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നു. വേണ്ടവർക്ക് എടുത്ത് കുടിക്കാം. ഇവിടെ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഫുഡാണ്. വെജിറ്റേറിയൻ വേണ്ടൊരു വെജിറ്റേറിയൻ, നോണാണെങ്കിൽ കാര്യമായിട്ട് ചിക്കൻ തന്നെയാണ്. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി മുന്നോട്ടേക്കുള്ള യാത്ര. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇന്നൊരു മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. ഇനി അടുത്തത് ഞങ്ങൾ ആ മാർക്കറ്റിലേക്കാണ്. ബസ് ഒരു സൈഡിൽ നിർത്തി ഞങ്ങൾ ഇറങ്ങി ആ മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം വില പേശാൻ പറ്റുമോ അത്രത്തോളം വില പേശി നമുക്ക് വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ബാക്കി സാധനങ്ങളോ എന്തും വാങ്ങാൻ പറ്റുന്നൊരു സ്ഥലം. ഐഫോൺ പോലും ഇവിടെ വിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. എല്ലാത്തിൻ്റെയും ക്വാളിറ്റി അത്യാവശ്യം നല്ലതായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. ഞങ്ങൾ ചിലരൊക്കെ അവിടുന്ന് പല സാധനങ്ങളെല്ലാം വാങ്ങി. ഞാനും ചെറിയ 2-3 സാധനങ്ങൾ വാങ്ങിച്ചു. ഞങ്ങൾ വീണ്ടും പലരും പല സ്ഥലങ്ങളിലേക്കാണ് പോയത്. ഇവിടെ ചെറിയ ടോയ്സും ഡോൾസും അതെല്ലാം വിൽക്കുന്നുണ്ട്. ബാഗുകൾ, പെർഫ്യൂംസ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, ഗ്ലാസുകൾ, അങ്ങനെ പല കാര്യങ്ങളും. ഈ ഒരു ചെറിയ മാള് പോലെയാണിത്. കോഴിക്കോടുള്ള ആൾക്കാർക്ക് ഗൾഫ് ബസാർ അല്ലെങ്കിൽ ദുബായ് ബസാർ എങ്ങനെയാണോ അതേപോലെയാണ് ഈ ഒരു ഏരിയ ചൈനക്കാർക്ക്. പക്ഷേ നമ്മളെ ഗൾഫ് ബസാർ അല്ലെങ്കിൽ ദുബായ് ബസാറിൻ്റെയൊക്കെ ഒരു 10 മടങ്ങ് വലുപ്പം ഉള്ളൊരു സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെ വേറെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഒരു ഭാഗത്ത് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. കഴിക്കാൻ പറ്റുന്ന മിഠായികളോ മറ്റുമാണ്. കപ്പുകൾ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ചിലരൊക്കെ അവിടെ നിന്ന് വില പേശുന്നുണ്ട്, ചിലരെല്ലാം ഓക്കെ ആവുന്നുണ്ട്. ഇവിടെയും ഒരു പ്രശ്നം, നമ്മൾക്ക് വില പേശുമ്പോൾ എന്തിനും ഇംഗ്ലീഷാണ് നമ്മുടെ ഒരു ഭാഷ, പക്ഷെ അവർക്കത് മനസ്സിലാകാനും പറ്റുന്നില്ല. ഈ ചൈനയിൽ ഉള്ള വേറൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഗൂഗിൾ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇവർക്ക് ഇവരുടേതായ കുറേ ആപ്പുകളും മറ്റും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ചിത്രീകരണം വീണ്ടും തുടരുകയാണ്. അങ്ങനെ ആ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ബസ്സിൽ കയറി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഇന്ന് നേരെ ഒരു ഫ്ലൈറ്റ് പിടിച്ച് ഷിൻജാഞ്ചിക്കാണ് പോകുന്നത്. ബസ്സിൻ്റെ ഉള്ളിൽ പലരും പല കലാപരിപാടികളെല്ലാം തുടരുന്നു. ചിലർ പാട്ടുപാടുന്നു, ചിലർ കഥാപ്രസംഗം നടത്തുന്നു. അതെല്ലാം കേട്ടുകൊണ്ട് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്, ഷാങ്ഹായിൻ്റെ എയർപോർട്ട്. ഞങ്ങൾ ഇനി ഷിൻജാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഉള്ള ഫ്ലൈറ്റിലേക്കാണ് ഇനി പോകുന്നത്. ഞങ്ങൾ പലരും പല സ്ഥലത്തിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നും വന്നവരാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു കുടുംബത്തെ പോലെയാണ്. പലരും പരസ്പരം സംസാരിച്ചും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുമൊക്കെ പോകുന്നു. ഇത് എയർപോർട്ടിൻ്റെ ഉൾഭാഗമാണ്. ഇവിടെ പല സൂവനീർ ഷോപ്പുകളും മറ്റുമെല്ലാം കാണാം. എസ്കലേറ്റർ ഇറങ്ങി ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ അടുത്താണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് വരിക. അതാ അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ കയറുന്നത്. ഞങ്ങളെ വരവേറ്റുകൊണ്ട് എയർ ഹോസ്റ്റസ് അവിടെ നിൽക്കുന്നു. ഞങ്ങളങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് എടുക്കാൻ തുടങ്ങി. എനിക്ക് വിൻഡോ സീറ്റ് അല്ല കിട്ടിയത്, എങ്കിലും കഴിയുന്ന പോലെ ഞാൻ ചിത്രീകരിക്കുകയാണ്. തൽക്കാലം ഷാങ്ഹായിയോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സിങ്ജാഞ്ചിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്. ഞങ്ങളങ്ങനെ എയറോ ബ്രിഡ്ജിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് എയർപോർട്ടിലേക്ക്. ഇവിടെ ഇപ്പോൾ കാണേണ്ട ഈ സ്ഥലത്തേക്കാണ് ഞങ്ങൾ നാളെ പോകുന്നത്. ഇതിൻ്റെ എയർപോർട്ടിൻ്റെ ഉൾഭാഗമാണ് സിങ്ജാഞ്ചി എയർപോർട്ടിൻ്റെ. ഇതിലൂടെയെല്ലാമാണ് നാളെ ഞങ്ങളുടെ യാത്ര. വേൾഡ് നാച്ചുറൽ ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിരിക്കുന്നു. വെൽക്കം ടു സിങ്ജാഞ്ചി പറഞ്ഞൊരു ബോർഡ് പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബാഗെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ സിങ്ജാഞ്ചിയിലെ ഗൈഡ്. ഞങ്ങൾ ഗൈഡുമായി പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും കുറേ ബാഗുകളെല്ലാം ഉണ്ട്, അതെല്ലാം തള്ളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതാണ് ഞങ്ങളുടെ ബസ്. രാത്രി ആയിട്ടുണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും. ഗൈഡ് ഒരു ആമുഖ പ്രഭാഷണമെല്ലാം നടത്തി. എല്ലാവരോടും എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് യാത്ര, അതെല്ലാമാണ് ചോദിക്കുന്നത്. ചെറുതായി സിങ്ജാഞ്ചിയെ പറ്റിയൊരു ഇൻട്രൊഡക്ഷനും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പുൾമാൻ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഹോട്ടലിൻ്റെ കവാടം ഇങ്ങനെയാണ്. ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എല്ലാവരും അവരവരുടെ കീക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട് എല്ലാവർക്കും. ഇതാണ് എൻ്റെ മുറി, 3309. മുറിയുടെ ഉൾഭാഗം വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായി തന്നെ വൃത്തിയായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഇന്നത്തെ ക്ഷീണം ഈ മുറിയിലേക്ക് കടത്തി വെച്ചു.